മലയാള ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ക്ലാസിക് ചിത്രമാണ് കിരീടം. റിലീസ് ചെയ്ത് 3 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ അത്യാധുനിക 4K ദൃശ്യഭംഗിയിലും ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനത്തിലും ചിത്രം ഇന്നു മുതൽ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇന്ത്യയുടെ ചലച്ചിത്ര പൈതൃകം സംരക്ഷിക്കുന്നതിന്റെ ദൗത്യത്തിന്റെ ഭാഗമായാണ് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഈ വൻ തിരിച്ചുവരവ്. റിപ്പോർട്ട് കാണാം. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു. മലയാളിയുടെ സിനിമാ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച സേതുമാധവനും അച്യുതൻ നായരും വീണ്ടും വെള്ളിത്തിരയിലേക്ക്. സിബി മലയിൽ AK ലോഹിതദാസ് കൂട്ടുകെട്ടിൽ 1989 ജൂലൈ 7 പുറത്തിറങ്ങിയ കിരീടം 4K പതിപ്പിൽ ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായതിനൊപ്പം 6 ഭാഷകളിലേക്ക് പുനർനിർമ്മിക്കപ്പെട്ട ആദ്യ മോഹൻലാൽ ചിത്രമെന്ന ഖ്യാതിയും നേടിയിരുന്നു. മോഹൻലാൽ, തിലകൻ, പാർവതി എന്നിവർക്കൊപ്പം കവിയൂർ പൊന്നമ്മ, മോഹൻരാജ്, മുരളി, ശ്രീനാഥ്, കുണ്ടറ ജോണി, കൊച്ചിൻ ഹനീഫ, ജഗതി ശ്രീകുമാർ, ഫിലോമിന, ഉഷ, ജഗദീഷ്, മണിയൻപിള്ള രാജു, മാമുക്കോയ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ജോൺസൺ മാസ്റ്ററാണ് ചിത്രത്തിന്റെ സംഗീതമൊരുക്കിയത്. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈനീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം. വിധിയും മനുഷ്യന്റെ വീഴ്ചയും കൂടിച്ചേർന്ന് പ്രതീക്ഷകളും അഭിലാഷങ്ങളും തകർന്നടിയുന്ന സേതുമാധവൻ എന്ന യുവാവിനെക്കുറിച്ചാണ് ചിത്രം. സമൂഹം വ്യക്തികളെ എങ്ങനെ തരംതിരിക്കുന്നുവെന്നും അവർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ വേഷം അഭിനയിക്കാൻ അവരെ നിർബന്ധിക്കുന്നുവെന്നും സിനിമ പര്യവേഷണം ചെയ്യുന്നു. യുവാവിന്റെ വേദന അതിശയകരവും അതുല്യവുമായ രീതിയിൽ അവതരിപ്പിച്ചതിന് മോഹൻലാൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക പരാമർശം നേടി. മികച്ച തിരക്കഥയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലോഹിതദാസിന് ലഭിച്ചു. കിരീടം എന്ന പേര് കീരിക്കാടൻ ജോസിനെ കൊന്നതിനുശേഷം സേതുമാധവന് രാമപുരത്തെ ഗ്രാമവാസികൾ നൽകുന്ന ആലങ്കാരിക കിരീടത്തെ സൂചിപ്പിക്കുന്നു. കിരീടത്തിന്റെ പുനഃസൃഷ്ടിക്ക് പിന്നിൽ വലിയൊരു ദൗത്യത്തിന്റെ കഥയുണ്ട്. ചിത്രത്തിന്റെ യഥാർത്ഥ ക്യാമറ നെഗറ്റീവുകൾ കാലപ്പഴക്കത്താൽ നശിച്ചുപോയിരുന്നു. എന്നാൽ നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ 30-ലധികം വർഷങ്ങളായി സുരക്ഷിതമായി സംരക്ഷിച്ച 35mm റിലീസ് പ്രിന്റാണ് 4K പതിപ്പിന് ജീവനേകിയത്. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 7 ആർട്സ് ഇന്റർനാഷണലുമായി സഹകരിച്ചാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. സംവിധായകൻ സിബി മലയിൽ, ഛായാഗ്രാഹകൻ S കുമാർ എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഹൈ റെസല്യൂഷൻ സ്കാനിങ്ങും ഡിജിറ്റൽ ഇമേജ് പുനഃസൃഷ്ടിയും പൂർത്തിയാക്കിയത്. ബോണി അസനാർ ക്രിയേറ്റീവ് ഹെഡായ ചിത്രത്തിന്റെ തിയേറ്റർ പതിപ്പൊരുക്കിയത് പ്രസാദ് കോർപ്പറേഷനും ഹൈ സ്റ്റുഡിയോസും ചേർന്നാണ്. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ വേൾഡ് പ്രീമിയറിൽ തന്നെ ഈ പതിപ്പ് വലിയ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. കാലമെത്ര കഴിഞ്ഞാലും മങ്ങാത്ത സേതുമാധവന്റെ കണ്ണീരും വേദനയും പുതിയ ദൃശ്യ ശ്രാവ്യ വിസ്മയത്തോടെ തിയേറ്ററുകളിൽ അനുഭവിക്കാൻ ആരാധകർ ഒഴുകിയെത്തുകയാണ്. വരും തലമുറയ്ക്കായി ഇത്തരം കാലാതീതമായ ക്ലാസിക്കുകൾ സംരക്ഷിക്കപ്പെടുന്നതിൽ ഇന്ത്യൻ സിനിമയ്ക്കും ഇത് അഭിമാന നിമിഷം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ദൂരദർശൻ.